ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ വിവാദ പരാമർശവുമായി CPIM നേതാവ് MM മണി. സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണം. സാബുവിന്റെ മരണത്തിൽ VR സജിക്കോ CPM-നോ ഉത്തരവാദിത്വമില്ല. ആത്മഹത്യയുടെ പാപഭാരം CPIM-ന്റെ തലയിൽ കെട്ടിവെക്കേണ്ടെന്നും മണി പറഞ്ഞു. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സയും ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പാവമാരെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളുടെ ബെങ്കറ്റ് കയറാൻ വന്നാൽ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചിലവാകില്ല, ഞങ്ങൾ അതിനൊന്നും വഴങ്ങില്ല എന്ന കാര്യം അസന്നിഗ്ധമായി പറയാൻ. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഇടയ്ക്കിടെ MM മണി പുറത്തു കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ പറയുന്നതാണ്. ഇപ്പോൾ സാബു തോമസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നലെ കട്ടപ്പനയിൽ ചേർന്ന നയവിശദീകരണ യോഗത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം MM മണി നടത്തിയിട്ടുള്ളത്. മരിച്ച സാബുവിനെ ഒരു അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇടുക്കി കട്ടപ്പനയിലെ സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും ഏതെങ്കിലും തരത്തിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും ഏതെങ്കിലും ഡോക്ടറിനെ സമീപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഒക്കെയാണ് MM മണി പ്രസംഗത്തിൽ പറഞ്ഞത്. സാബുവിന്റെ മരണത്തിൽ VR സജിക്ക്, അതായത് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് VR സജി അദ്ദേഹത്തെ ഫോണിൽ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നിരുന്നു. VR സജിക്ക് യാതൊരു തരത്തിലുള്ള പങ്കും ഇതിലില്ല എന്നുള്ളതാണ് MM മണി ഈ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ CPM-ന് ഈ വിഷയത്തിലൊന്നും ഉത്തരവാദിത്വമില്ല, ഇതൊന്നും CPM-ന്റെ തലയിൽ വെക്കേണ്ടെന്നും അത്തരത്തിലുള്ള വിരട്ടലൊന്നും വേണ്ട എന്ന തരത്തിലുമാണ് MM മണി പറയുന്നത്. സാബുവിന്റെ കുടുംബത്തോട് സഹാനുഭൂതി ഉണ്ട് എന്നും അതേസമയം അദ്ദേഹം പറയുന്നുണ്ട്. സാബുവിന്റെ മരണത്തിൽ ദുഃഖമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് ഇപ്പോൾ MM മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു പൊതുയോഗത്തിലാണ് സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ സാബുവിന്റെ മരണത്തിൽ VR സജിക്കോ CPM-നോ പങ്കില്ല എന്നുള്ളത് അദ്ദേഹം അവിടെ എടുത്തു പറയുകയാണ്. VR സജിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും മുൻ ഏരിയ സെക്രട്ടറിയുമാണ്. നേരത്തെ അദ്ദേഹവും മരിച്ച സാബുവും തമ്മിലുള്ള ഫോൺ സംഭാഷണമൊക്കെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങൾ പുറത്തു വന്നതാണ്. VR സജിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലും ഈ വിഷയത്തിൽ ഇല്ല എന്ന തരത്തിലാണ് MM മണി പറയുന്നത്. VR സജി വേദിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വേദിയിൽ ഇരിക്കുമ്പോഴാണ് MM മണി ഈ വിഷയത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തുന്നത് എന്നുള്ളതാണ്. ഒരു അവഹേളന തരത്തിലാണ് അതൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സാബുവിന് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഏതെങ്കിലും ഡോക്ടറിനെ സമീപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്നത്. എന്നാൽ അതേസമയം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖമുണ്ടെന്നും ആ കുടുംബത്തിനോടൊപ്പമാണെന്നും അതിന്റെ കുടുംബത്തിനോട് സഹാനുഭൂതി ഉണ്ടെന്നും ഒക്കെയാണ് MM മണി പ്രസംഗത്തിൽ, ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്. അനുഭവം. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ.